നമസ്കാരം. കഴിഞ്ഞ ദിവസം ചൈനീസ് AI പ്ലാറ്റ്ഫോമായ ഡീപ് സീക്കിൻ്റെ വരവോടെ ലോകത്തെ പ്രധാനപ്പെട്ട IT കമ്പനികളൊക്കെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ തിരിച്ചടി ഇന്നലെ നേരിട്ടത് NVIDIA എന്ന ലോകത്തെ ഏറ്റവും വലിയ വിവര സാങ്കേതിക വിദ്യ കമ്പനിക്ക് തന്നെയാണ്. 500 ബില്യൺ പൗണ്ടാണ് കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് NVIDIAക്ക് നഷ്ടമായിരിക്കുന്നത്. ഇത് ഡീപ് സീക്കിൻ്റെ കുതിച്ചുകയറ്റത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ചാറ്റ് GPT ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട AI പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം തന്നെ ഇത് വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരെ കടത്തിവെട്ടുന്ന രീതിയിൽ ചൈന ഇത്തരത്തിലുള്ള ഒരു AI പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് ലോകത്തെ ഈ മേഖലയിൽ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് പോലും ഈ ഒരു സംരംഭത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്രയും കുറഞ്ഞ ചിലവിൽ അവർക്ക് ഇത്തരത്തിലൊരു AI പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നല്ല കാര്യമാണെന്നും അമേരിക്കയിലെ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നുമാണ് ഇപ്പോൾ ട്രംപും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ NVIDIAയുടെ ഓഹരികൾ കൈവശമുള്ള പലരും ആശങ്കയിലാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കമ്പനിക്ക് മുന്നേറ്റമുണ്ടാകുമോ, ഇല്ലെങ്കിൽ എന്തു ചെയ്യും, തങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ വിറ്റഴിക്കണോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ ഇതിന് തയ്യാറായി രംഗത്തെത്തിയതായും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല, ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് ഈ മേഖലയിലെ മറ്റ് ചില വിദഗ്ധർ പറയുന്നത്. NVIDIA പോലുള്ള കമ്പനികൾ തകരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രവചിച്ച ചില സാങ്കേതിക വിദഗ്ധന്മാർ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ മറ്റു ചില സ്ഥാപനങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ളതായും ആ പ്രവചനങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞുപോയതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം NVIDIAയുടെ ഓഹരികൾക്ക് ഉയർച്ച ഉണ്ടായി. ഏതാണ്ട് 6% വരെ ഉയർച്ചയാണ് അത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് തകർച്ച ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുകയില്ല. മാത്രവുമല്ല, ഈ സ്ഥാപനത്തിൻ്റെ ഓഹരി മൂല്യം $2 ട്രില്യൺ നിന്ന് $3 ട്രില്യൺ കഴിഞ്ഞ വർഷം ഉയർന്നിരുന്നു. കൂടാതെ ഇപ്പോൾ നിലവിൽ ഇവരുടെ ഓഹരി മൂല്യം എന്ന് പറയുന്നത് $3.7 ട്രില്യൺ. അപ്പോൾ ഇത്തരം ശക്തമായ അടിത്തറയുള്ള ഒരു സ്ഥാപനം പെട്ടെന്ന് പൊളിയാനുള്ള സാധ്യത കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത്. NVIDIA സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അവരുടെ ഉയർന്ന നിരക്കുകളായിരുന്നു. വലിയ നിരക്കാണ് അവർ എല്ലാ കാര്യത്തിനും ഈടാക്കിയിരുന്നത്. ഇത് ഭാവിയിൽ ഒരുപക്ഷെ അവർക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് മനസ്സിലാക്കി അവർ അക്കാര്യത്തിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ NVIDIAക്ക് ഭാവിയിലും ഭംഗിയായി തന്നെ തുടരാം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവർ ഓഹരി ഉടമകളെ ഉപദേശിക്കുന്നത്. ഏതായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ചൈന ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഡീപ് സീക്ക് എന്ന അവരുടെ ഏറ്റവും പുതിയ ഈ ഒരു AI പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പക്ഷേ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, അതേക്കുറിച്ച് ദുരൂഹതകൾ വരുന്നുണ്ട്. എങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നിരവധി പേരാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തത്. അമേരിക്കയിൽ ഏറ്റവും അധികം പേർ ഡീപ് സീക്ക് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളത് അമേരിക്കരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നേട്ടം ചൈനയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എങ്കിലും NVIDIA പോലെയുള്ള ഈ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇനിയും കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.